പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് തൂങ്ങാംപാറ വിശുദ്ധ കൊച്ചുത്രേസ്യ ദേവാലയത്തിലെ 5 ഏക്കറോളം വരുന്ന പുൽക്കൂട് ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 30 അടി പൊക്കമുള്ള ഈ തിരുക്കുടുംബത്തിൻ്റെ തിരുസ്വരൂപമാണ്. അതായത് ഏകദേശം 30 അടി പൊക്കമാണ് ഈ 2 സ്റ്റാച്ചുവിനുള്ളത്. ഒരു കുഞ്ഞ് ഉണ്ണിയേശു. അങ്ങനെ മനോഹരമായ ഒരു പുൽക്കൂട് ഗ്രാമമാണ് ഈ തൂങ്ങാംപാറയിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 30 അടി പൊക്കമുള്ള ഈ തിരുക്കുടുംബത്തിൻ്റെ തിരുസ്വരൂപമാണ്. അതായത് ഏകദേശം 30 അടി പൊക്കമാണ് ഈ 2 സ്റ്റാച്ചുവിനുള്ളത്. ഒരു കുഞ്ഞ് ഉണ്ണിയേശു. അങ്ങനെ മനോഹരമായ ഒരു പുൽക്കൂട് ഗ്രാമമാണ് ഈ തൂങ്ങാംപാറയിൽ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അവർ 50 അടി പൊക്കമുള്ള ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ ഒരുക്കി. ഈ നാട്ടുകാരുടെ എല്ലാം ഒരു അതായത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായ ഒരു ദേവാലയം കൂടിയാണ്. ഈ ആഘോഷങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പറയാനായി ഇടവക വികാരി ഫാദർ ജോയ് മത്യാസ് നമ്മളൊപ്പം ചേരുകയാണ്. അച്ഛാ, എങ്ങനെയാണ് ഇത്തവണത്തെ നിങ്ങളുടെ ആഘോഷങ്ങൾ? ഏകദേശം 5 ഏക്കറോളം സ്ഥലത്താണ് നമ്മൾ ഈ ക്രിസ്മസ് ഗ്രാമം ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്മസ് രാവ് 2K24 എന്ന പേരിലാണ് ഞങ്ങളിത് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷത്തിന് പേര് നൽകിയിരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ തീർത്ഥാടന ദേവാലയം എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഈ കഴിഞ്ഞ 2024 2025 വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ 100ാം ശതാബ്ദി ആഘോഷം വിശുദ്ധയായതിൻ്റെ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ മനോഹരമായിട്ട് 15ഓളം പുൽക്കൂടുകൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 30 അടിയോളം പൊക്കമുള്ള നമ്മുടെ തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധ യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണിയേശുവുമാക്കി ആയിട്ടുള്ള ഏകദേശം 1 മാസത്തോളം കാലം എടുത്താണ് ഏകദേശം 1.25 ലക്ഷം രൂപ മുടക്കിയാണ് ഇത് ക്രമപ്പെടുത്തി.
ഈ പപ്പാഞ്ഞി ക്രിസ്മസ് പപ്പാഞ്ഞി വള്ളത്തിൽ പോകുന്നതും അതോടൊപ്പം തന്നെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്കുള്ള മനോഹാരിത നിറഞ്ഞ എല്ലാവിധ ഒരുക്കങ്ങളും മതസൗഹാർദ്ദം അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് ഉള്ള സമ്മേളനങ്ങളും കുട്ടികളുടെ കലാപരിപാടികളും ഒക്കെ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. തീർച്ചയായും ഇത് ഈ നമ്മുടെ പുതുവർഷം വരെ ഈ 2025 അവസാന ദിവസം 2024 അവസാന ദിവസം വരെ ഈ പുൽക്കോട് ഗ്രാമം ഇവിടെ ഉണ്ടാകും. കാട്ടാക്കട താലൂക്കിലാണ്, അതായത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിലാണ് ഈ കൊച്ചുത്രേസ്യ ദേവാലയം വരുന്നത്. എല്ലാവരെയും ഈ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഈ പുൽക്കോട് ഗ്രാമം കാണാൻ വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്.